അദ്ദേഹം പണ്ടത്തെ സെനിത് ക്യാമറയിൽ എടുത്ത ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നോ? ഇല്ല ഇല്ല. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള, അതായത് അന്നാലത്തെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, വളരെ ഫേമസ് ആയിട്ടൊരു കല്യാണ ഫോട്ടോഗ്രാഫർ ആയിരുന്നു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ. ഇപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾക്കുള്ള ഒരു എസ്തെറ്റിക് സെൻസ് ഉണ്ടല്ലോ, ഉപയോഗിക്കുന്ന ഒരു കപ്പായാലും ഇപ്പൊ ബോഗൺവില്ലയിലാണെങ്കിൽ പോലും ഒരു ഡയറി ഉണ്ട്. ആ ഡയറിക്ക് കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിംഗ്, ഇരിക്കുന്ന ചെയറുകള്, കോസ്റ്റ്യൂംസ്, അതിന് കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിംഗ്, അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ലോകം കാണുന്നതിന്റെ ഒരു സുഖമുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ വിഷ്വലുകൾക്ക്. എത്രമാത്രം വർക്ക് പോകുന്നുണ്ട്, എത്രമാത്രം തോട്ട് പോകുന്നുണ്ട് ഓരോ ചെറിയ ഡീറ്റെയിലിങ്ങിനും അദ്ദേഹത്തിന്റെ? ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. അതായത് ഒരു സീനിൽ എന്തൊക്കെയാണ് വേണ്ടത്, ആ സീൻ പറയുന്ന ഇമോഷൻ എന്താണ്, അത് ആൾക്കാരിലേക്ക് എങ്ങനെ വരണം, ഏത് ഷോട്ട് സെലക്ട് ചെയ്യണം, പ്രോപ്പർട്ടീസ്, കോസ്റ്റ്യൂംസ്, ഇതെല്ലാം ഡയറക്ടർ തീരുമാനിക്കണം. നമ്മൾ പണ്ട് തൊട്ട് കണ്ടിട്ടുള്ള ഇഷ്ടമുള്ള വേഷം ഇട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഇഷ്ടമുള്ള കട്ടൻ, നമ്മുടെ കണ്ണടിച്ച് പോകുന്ന കട്ടൻസൊക്കെ നമ്മൾ പല പടങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മൂഡിന് പറ്റിയ കളർ എന്താ, ഓരോ കളറിനും ഓരോ ഇതുണ്ടല്ലോ, അതെല്ലാം ഫിക്സ് ചെയ്യുന്നത് സാറ് തന്നെയാണ്. അപ്പോൾ സാറിന് കറക്റ്റ് ഐഡിയ ഉണ്ട് എന്താണ് ചെയ്യുന്നുള്ളത്. അതാണ് നമുക്ക് വിഷ്വലി നമ്മൾ കൂടുതൽ നമുക്ക് അതിൻ്റെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. മമ്മൂക്ക എന്നുള്ള നടന് സ്വതസിദ്ധമായിട്ടൊരു കുറ്റാന്വേഷണന്റെ ശരീരഭാഷയുണ്ട്. ഒരു പ്ലെയിൻ ഷർട്ടും ജീൻസും ഇട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് ലുക്കും കൂടി കൊടുത്താൽ അത് നാച്ചുറലി വരും. അങ്ങനെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം മോഗൻ ഫ്രീമാൻ ഒക്കെ ഉണ്ട്. ആ സാധനം എന്തോ ഒരു സാധനം ഉണ്ട്, അങ്ങനത്തെ ഒരു ഇതുണ്ട് ആൾക്ക്. അദ്ദേഹത്തെ ആലോചിച്ചുകൊണ്ട് കഥ എഴുതുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് എത്രമാത്രം അനുഭവിച്ചിരുന്നു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ആ സമയത്തൊക്കെ? ആ സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ട് വെച്ച സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ കൂടെവിടെയാണെന്ന് തോന്നുന്നു, തിയേറ്ററിൽ. തിയേറ്ററിൽ കൂടെവിടെ കണ്ടു ഓർക്കുന്നുണ്ട്. കോട്ടയത്ത് ഞാൻ അടിയൊഴുക്കുകളും കണ്ടത് ഓർക്കുന്നുണ്ട്. അപ്പം എൻ്റെ മമ്മി ഒരു മമ്മൂട്ടി ഫാനാണ്. അപ്പം മമ്മി കാണുന്ന സിനിമയെല്ലാം അതാണ്. അപ്പം എൻ്റെ മനസ്സിൽ കൂടുതലും മമ്മൂട്ടിയാണ് വന്നിരിക്കുന്നത്, ഓരോ ക്യാരക്ടേഴ്സായിട്ടും അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി മാറി, മമ്മൂട്ടി ഫാനായിട്ട് മാറി. അപ്പോൾ എനിക്ക് മമ്മൂക്ക വെച്ച് സിനിമ ചെയ്യണമെന്നുള്ള എൻ്റെ ഭയങ്കര ആഗ്രഹമായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ആലോചിച്ചപ്പോൾ തന്നെ ഒരു ഹൈ റേഞ്ചിൽ വരുന്ന മിസ്റ്റീരിയസ് മാൻ ആരായിരിക്കും, ഒരു ജീപ്പിൽ ഒരു തുറന്ന ജീപ്പിൽ വരുന്ന ആരായിരിക്കും, മഞ്ഞ് മിസ്റ്റിനകത്തൂടെ വരുന്ന ആളായിരിക്കും, എനിക്ക് മമ്മൂക്കയുടെ ഫേസാണ് വന്നത്. അങ്ങനെയാണ് ഈ സാധനം ഞാൻ എഴുതുന്നത്. ഇപ്പോഴും മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതി വെച്ച 3 കഥകൾ എൻ്റെ ഇരിപ്പുണ്ട്. മമ്മൂക്ക എന്തെങ്കിലും വിളിക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ ഇരിക്കുക. അല്ല, നമുക്കെന്നുള്ള കലാകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പൊതുവിൽ സിനിമാക്കാർ പറയുന്ന ഒരു കാര്യം, ഒരാളുടെ കയ്യിലൊരു കഥയുണ്ട്, അപ്പോൾ അയാളെ തേടിപ്പിടിച്ച് അയാളെ വിളിച്ചിരുത്തി കൊണ്ടുപോയി ഇരുത്തി അദ്ദേഹം തിരക്കഥ എഴുതിപ്പിക്കും എന്നുള്ളതാണ്. എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പേടിയാണ്, എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ഇത്രയും വലിയൊരു ആക്ടറിനെ ഞാൻ പറഞ്ഞ തുടക്കക്കാരനെ വിളിക്കാൻ എനിക്ക് അത്ര, ഞാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത എഴുത്തുകാരനാണ്. എനിക്ക് എൻ്റെ എഴുത്തുകൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ബാക്കിയുള്ള ആൾക്കാർ പറയും ഓ ആണോ ഓക്കെ ആയിക്കോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അവിടെ ഞാൻ അങ്ങോട്ട് പോയി കോൺടാക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം പോയിട്ട് കഥ ഇഷ്ടപ്പെട്ടില്ല, ആ ചാൻസ് പോയി, പിന്നെയും പോകാൻ പറ്റത്തില്ല. പക്ഷെ സാറ് വിളിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല, വീണ്ടും എനിക്ക് ഒന്നുകൂടെ വിളിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അത് ഓർത്തിട്ടാണ്. ഏതെങ്കിലും പോയിന്റിൽ ഇപ്പോൾ ബോഗൺവില്ല അല്ലാതൊരു കഥയിൽ ഇപ്പം അമൽനീരതും മമ്മൂക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നമുക്കറിയാം. ഏതെങ്കിലും അമൽനീർ സംവിധാനം ചെയ്യുന്ന ലാജു എഴുതുന്ന മമ്മൂക്ക നായകനാവുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റി ഒരു വെറുതെയെങ്കിലും ഒരു സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് പുറത്ത് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമൽ സാർ ഇഷ്ടപ്പെട്ട 4 കഥകളുണ്ട് എൻ്റെ. അത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചെയ്യുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അമൽ സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ 4 കഥകൾ. നമുക്ക് പല വിധത്തിൽ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഫാൻ ബോയ് ആയിട്ട് അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ സൗകുമാര്യത്തെ വളരെ രസമായിട്ട് ഉപയോഗിക്കുന്ന രഞ്ജിത്തിനെ പോലുള്ള മറ്റ് ചില ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മാഭിനയത്തെ പുറത്തെടുത്ത ഇപ്പോൾ ലിജി ജോസ് പല്ലിശ്ശേരിയെ പോലുള്ളവരുണ്ട്, അല്ലെങ്കിൽ ജിയോ ബേബി കാതലിൽ ചെയ്തത് പോലെയുണ്ട്. എന്ത് വശമാണ് ലാജോന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു? ഞാൻ ആദ്യം ആലോചിച്ച കഥ അത്, പക്ഷേ പറഞ്ഞാൽ ആ കഥയുടെ ഇത് പോകും. മമ്മൂക്ക ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ സൂക്ഷ്മാഭിനയം മാത്രമാണ് അതിനകത്തുള്ളത്. അങ്ങനെ ബേസ് ചെയ്ത സാധനമാണ്. എനിക്ക് കൂടുതലായിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല, കാരണം അത് ആലോചിച്ച് വേറെ ആൾക്കാരും കഥ എഴുതിയാൽ പിന്നെ നമുക്ക് പണി പാടും. അതുകൊണ്ട് ആ ക്യാരക്ടറെ കുറിച്ച് പറയുന്നില്ല. അത് അങ്ങനെയാണ്. എനിക്ക് ഡീറ്റെയിൽഡ് അഭിനയമാണ് എനിക്ക് മമ്മൂക്കയുടെ ഇഷ്ടം. മമ്മൂക്കയുടെ ചില നോട്ടം, പ്രത്യേകിച്ച് പുഴുവിനകത്തൊക്കെ ചില നോട്ടങ്ങൾ ഇടുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ആക്ടറിൻ്റെ അങ്ങനെയാണ്. നമ്മൾ വേറെ ഉദാഹരണം പറഞ്ഞാൽ പ്രതി പൂവൻകോഴി, അതിനകത്ത് നമ്മുടെ ഗ്രേസാണ് ഒരു നോട്ടം നോക്കുന്നുണ്ട് ചന്തയെ വെച്ച്. അതിലാണ് നമുക്ക് ഒരു നോട്ടത്തിൽ നമുക്ക് ഈ ആക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഡെപ്ത്. അതെ അതെ, എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. എനിക്ക് മൈക്രോ എക്സ്പ്രഷൻസിൽ കൂടെ കഥ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ക്യാരക്ടറാണ് ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇപ്പം മറ്റൊരു കാര്യം എനിക്ക് ഭയങ്കര കോൺട്രഡിക്റ്ററി ആയിട്ട് തോന്നിയത് സർ, ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ എഴുത്തിൽ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല, അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെ പോലെയൊക്കെയാണ് പറയുന്നത്.
പക്ഷെ അപ്പുറത്ത് തന്നെ നിങ്ങൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ പ്രിയായസിൻ്റെ എനിക്ക് ഒട്ടും വയ്യാതാവുമ്പോഴും എൻ്റെ അക്ഷരങ്ങളിലേക്ക് അച്ചടി മഷി പകരുന്നതാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോകുന്നില്ലല്ലോ. എന്നെ പ്രചോദിപ്പിച്ച അതല്ല, എന്നെ പ്രിയേഴ്സ് പറഞ്ഞ ഇതാണ്, നമ്മൾ വാശി പിടിച്ചാൽ നമുക്കൊരു കഴിവ് കിട്ടുമെന്ന് പറഞ്ഞ കോട്ടാണ് എന്നെ പ്രചോദിപ്പിച്ചത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ എഴുത്തെന്നുള്ളത് എനിക്ക് പണ്ട് തൊട്ടേ ഇല്ലായിരുന്നൊരു സാധനമാണ്. ഞാൻ സ്കൂളിൽ വെച്ച് എഴുതാറില്ല, ഞാൻ പടം വരയ്ക്കുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. കോളേജിൽ അങ്ങനെ കഥ കവിത അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല. ഞാൻ ആദ്യമായിട്ട് എഴുതുന്നതാണ് തിരക്കഥയാണ്. അപ്പോൾ ഞാൻ വാശി പിടിച്ചുണ്ടാക്കിയെടുത്ത കഴിവ്, എനിക്ക് വേണമായിരുന്നു ഈ കഴിവ്, തിരക്കഥാകൃത്ത് ആവണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. ആ കോട്ട തന്നെയാണ് എന്നെ ആകർഷിച്ചത്. ഈ വാശി പിടിക്കുമ്പോഴേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എഴുത്തുമായി ബന്ധപ്പെട്ട ആളുകൾ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും ആ സർക്കിൾ. എന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ എടുത്തു നമുക്ക് കാണിച്ചു കൊടുത്താൽ അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും നമ്മുടെ ചുറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ നമുക്കത് കാണിക്കണം. ഈ എഴുത്തിന് നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ലെവൽ ഓക്കെയാണ്, നീ ഇതൊക്കെയാണ് ശരിയാക്കേണ്ടത്, എവിടുന്ന വാലിഡേഷനും ജഡ്ജ്മെൻ്റ് ഒക്കെ എടുത്തിരുന്നത്? ഫസ്റ്റ് വാലിഡേഷൻ എൻ്റെ തന്നെയാണ്. ഞാൻ ഭയങ്കര ക്രിട്ടിക്കാണ് എൻ്റെ. ഓക്കെ. ഞാൻ വായിച്ചിട്ട് എനിക്കിഷ്ടമായില്ലെങ്കിൽ ഞാൻ കളയും, ആ സാധനം കളയും. ഒന്നാമത്തെ കാര്യം, സ്റ്റോറി എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന സാധനം ഉണ്ടല്ലോ. എല്ലാ സ്റ്റോറിക്കും ഒരു ഫോർമാറ്റുണ്ട്. നമ്മൾ ആ ഫോർമാറ്റിൽ ആ സ്ട്രക്ചറിൽ കൂടെ കടന്നു പോയാൽ നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്ന ഇമോഷൻസ്, ആ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് കടന്നു പോകുന്ന ഇമോഷൻസ് ആണ് നമ്മൾ അങ്ങോട്ടേക്ക് പറയുന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പം ഞാൻ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് വരെ അത് ബെസ്റ്റ് കഥയാണ്. ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അത് ഏറ്റവും മോശം കഥയായിട്ട് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് ഈ സാധനം എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഞാൻ അവൾക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ അവളുടെ ഒപ്പീനിയനാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ശാലിനി എന്ന് പറഞ്ഞുകൊണ്ട്, അവളെയും വായിപ്പിക്കും. അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ദി ബെസ്റ്റ് കഥയാണ്. ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് എക്സിറ്റ് ആയി, പിന്നെ എനിക്ക് ആ കഥ എനിക്ക് ഇഷ്ടമാവത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്കത്. അപ്പോൾ എഴുതുമ്പോൾ ഫുള്ളായിട്ട് നമ്മളിരിക്കും, 100% നമ്മൾ കൊടുക്കും. കോൺസെൻട്രേഷൻ, നമ്മൾ ഹാർഡ് വർക്ക്, റിസർച്ച് എല്ലാം കൊടുക്കും. അതിനെക്കുറിച്ച് പഠിക്കുന്നതെല്ലാം നമ്മൾ പഠിക്കും. ഇപ്പം നിങ്ങൾ ജനറൽ നോളജ് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ എൻ്റെ കഥയിലെ ഒരു സന്ദർഭം ചോദിച്ചാൽ അതിൻ്റെ ഫുൾ റിസർച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടായിരിക്കും ആ സമയത്ത്. അതാണ് ഞാൻ പറയാം, എനിക്ക് അതിന് ഭയങ്കര കോൺഫിഡൻസ്. പക്ഷേ എഴുതി പൂർത്തിയാക്കി ഫൈനൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് പോയി. എനിക്കറിയത്തില്ല ഈ കഥ കൊള്ളാവോ ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനായ ഒരു അറ്റാച്ച്മെന്റ് പോലെ ആയിരിക്കാം. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3-4 കാര്യങ്ങളാണ്. ഒന്ന്, റീത്തുവിനെ എന്തിനാണ് നിങ്ങൾ മറ്റൊരു പേരിലേക്ക് മാറ്റിയത്? റൊണാൾഡിനെ എന്തിനാണ് മാറ്റി റോയ്സ് ആക്കിയത്? എന്തിനാ പേര് മാറ്റം കൊണ്ട് എന്താ മാറിയത്? എന്തായിരുന്നു? പുസ്തകം ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഓക്കെ. കാരണം പുസ്തകം ഒരു സ്പോയിലറാണ്. പുസ്തകം വായിക്കാത്ത ആൾക്കാർ ഈ സാധനം കാണുമ്പോഴത്തേനും, റൂത്തെന്നും റൊണാൾഡെന്നും കാണുമ്പോഴത്തേന് പുസ്തകം വായിച്ച ആൾക്കാർ എന്താ പറയുക, ഇത് റൂത്തിൻ്റെ ലോകം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയും. ഓക്കെ. അപ്പോൾ കുറച്ച് കാഴ്ചക്കാർ എന്ത് ചെയ്യും, ഈ പുസ്തകം പോയി വാങ്ങിക്കും. പുസ്തകം പോയി വാങ്ങിച്ചിട്ട് കഥ മനസ്സിലാവും. അവരുടെ ഒരു സിനിമ എക്സ്പീരിയൻസ് സ്പോയിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ്. ഞങ്ങൾ ചെയ്തതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ എസ്തർ ഇമ്മാനുവൽ ഉണ്ടല്ലോ, എസ്തർ ഇമ്മാനുവൽ ഇനിയും യാത്ര തുടരാനുണ്ട് എന്നുള്ള രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത്. റൂത്തിന്റെ ലോകം ശരിക്കും അവരുടെ പുസ്തകപ്രകാരം അത് 3ാമത്തെ പുസ്തകമാണല്ലോ. അപ്പോൾ ഇനി ശരിക്കും ബോഗൻവില്ലയ്ക്ക് അപ്പോൾ ഇനി തുടർച്ച, അതായത് സിനിമാ പതിപ്പുകളായിട്ട് തന്നെ തുടർച്ചയ്ക്കുള്ള സാധ്യതകളില്ലേ? അപ്പോൾ ബോഗൻവില്ലയുടെ ഇനിയുള്ള ഭാഗങ്ങൾക്ക് സിനിമയാവാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അമൽ സാറാണ് പറയേണ്ടത്. എനിക്കിപ്പോൾ ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ മനസ്സിലാക്കൂ. അല്ല, ഞാൻ ചോദിക്കാനുള്ള കാര്യം, എനിക്കതങ്ങനെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ പോയിന്റിൽ ഈ പുസ്തകത്തെ ഞാൻ മറന്നിരിക്കണു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഈ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം, ഒരു ആധാർ കാർഡ് കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് പടത്തിൽ. അപ്പോൾ അതിൽ കെയിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്ന ഒരു സ്ഥലമാണ് എസ്തർ ഇമ്മാനുവലിൽ. അത് കോട്ടയം ആവാം, വേണമെങ്കിൽ കേരളം ആവാം. കോട്ടയം ആണെങ്കിലേ ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ളൂ. കാരണം ഹൈഡ്രാഞ്ചി ആയാലും മറ്റ് കോഫി ഹൗസ് ആയാലും കോട്ടയത്ത് നടക്കുന്ന കഥയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിന് തുടർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അമൽ സാർ തീരുമാനിക്കണം. എനിക്കറിയത്തില്ല, ചെയ്യത്തില്ല. എത്ര റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്? അപ്പോൾ എത്ര തിരക്കഥകളുടെ എത്ര പുസ്തകങ്ങളുടെ റൈറ്റ്സ് വാങ്ങിച്ചു അമൽ സാർ? റൈറ്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. സംസാരത്തിൽ പുസ്തകമായിട്ടുള്ളതുണ്ട്, പുസ്തകം അല്ലാത്ത കഥകളുണ്ട്. ഞാൻ പറഞ്ഞ കഥയെല്ലാം അമൽ സാറിന് ഇഷ്ടമാവുന്നുണ്ട്. എനിക്ക് അതെൻ്റെ ഭാഗ്യമാണ്. ഞാൻ എന്ത് കഥ പറഞ്ഞാലും സാറിന് ഇഷ്ടമാവുന്നുണ്ട്. ഇപ്പോൾ പൊതുവിലെ ഇപ്പോൾ ചില എഴുത്തുകാർക്ക് അവരുടെ എഴുത്തിനെ തന്നെ ഒരു സിനിമ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വൽ ഇമാജറിയായിട്ട് ബന്ധപ്പെട്ടത്. അതായത് ഇപ്പം ചേതമ്പതിൻ്റെയൊക്കെ പുസ്തകം നമുക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് സിനിമയാക്കാം. റെവല്യൂഷനറിയൊക്കെ പക്ക അങ്ങനെ തന്നെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. സിനിമയുടെ സീൻ ബൈ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതുന്ന ഒരു മാതൃക ഇല്ല നിങ്ങൾക്ക്? അതെന്താണെന്നറിയോ, അത് ബേസ് തോട്ട് എൻ്റെ കഥയാണല്ലോ. നോവലാണ് എടുക്കുന്നതെങ്കിൽ
ഞാൻ ആ കഥനെ നോവൽ ഫോർമാറ്റിട്ട് ഞാൻ മാറ്റുക ചെയ്യുന്നത്. ഓക്കെ. നോവൽ എനിക്ക് ഒത്തിരി ഫ്രീഡം ഉണ്ട്. നോവൽ ശരിക്കും പറഞ്ഞാൽ കഥാപാത്രങ്ങളെ ഇന്നർ ജേണിയാണ് നമ്മൾ പറയുന്നത്. സിനിമ പക്ഷേ നമുക്ക് ഇന്നർ ജേണി പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നർ ജേണിയുടെ എക്സ്റ്റേണൽ ജേണിയാണ് നമ്മൾ പറയുക സിനിമയിലോട്ട് വരുമ്പോഴത്തേന്. അപ്പം സിനിമ പോലെ നോവൽ എഴുതേണ്ട ആവശ്യമില്ല. ആക്ച്വലി നോവലിൻ്റെ ഫോർമാറ്റ് വരെ ടെക്സ്റ്റിൽ കൂടെ നമുക്ക് ഇമേജസ് തരികയും ഒരു ക്യാരക്ടറിൻ്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നതാണ് ശരിക്കും നോവൽ എന്ന് പറയുന്നത്. ഓക്കെ. സിനിമയിൽ നമുക്ക് അത്രയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വിഷ്വൽസ് ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പം സിനിമാറ്റിക് നോവൽ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസിക്കലി ഇതെല്ലാം തിരക്കഥയാക്കാൻ വേണ്ടി വെച്ചിരുന്ന കഥകളാണ് എൻ്റെ എല്ലാം. അതിനാണ് ഞാൻ പിടിച്ച് നോവൽ ഫോർമാറ്റിലേക്ക് ആക്കിയത്. പക്ഷെ അന്നൊരു പ്രശ്നം വന്ന് എനിക്ക് നോവൽ എഴുതാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ പഠിച്ചു നോവൽ എഴുതാനായിട്ട്. ഇതെല്ലാം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്.